ഹലോ. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇന്ന് അച്ചായിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മസാലി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റൂഫ് ടോപ്പിൽ പോകണം. അവിടെ അവരോട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു, പക്ഷേ അവരതൊന്നും ചെയ്തില്ല. ഞങ്ങൾക്കത് കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല, അവിടെ തന്നെ ആക്കാം. ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചായിരുന്നു. മാംഗോ ട്രഫിളാണെന്ന് തോന്നുന്നു വാങ്ങിച്ച്. നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ജ്യൂസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഏട്ടന് അറിയുണ്ടായിരുന്നില്ല അങ്ങോട്ടാണ് വരേണ്ടത് എന്താണെന്നുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അച്ചായി വരുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു റൂഫ് ടോപ്പിൽ. കുറേ നേരം വെയിറ്റ് ചെയ്തു. ഒരു കുഞ്ഞ് വലിയ ഗിഫ്റ്റും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണണേ. ആ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പർപ്പിളിൻ്റെ പല പല ഷെയ്ഡ്സ് ആയിരുന്നു, ലൈറ്റ് ഡാർക്ക് എല്ലാം കൂടെ സൂപ്പർ വ്യൂ ആയിരുന്നു. നല്ലൊരു എസ്തറ്റിക്, ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് സ്കൈ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്നില്ല അവിടെ. ഞാൻ വല്ല ഷർട്ടും പാൻറ്റൊക്കെ വിചാരിച്ചത്, അതിലല്ലല്ലോ. അതിലും ചുരുക്കി ഇടാലോ. ചേച്ചി കറക്റ്റൊക്കെ കുട്ടിക്ക് തന്നെ കൈ എലിക്കുട്ടികളെ കണ്ടാവൂല്ലേ? അല്ല, ജീവുള്ളതല്ല. എന്നാ എന്തെങ്കിലും അടച്ചേക്കില്ലല്ലോ. കേക്ക് കുറച്ച് ചെറിയ നായക്കുട്ടിയാവാലോ. അല്ല മെല്ലെ. ഇനി ആ മുകളത്തെ സാധനം മെല്ലെ, മുകളത്തെ മാത്രം കവറൊന്നും നിർത്തി തന്ന ബോക്സാ. മൊത്തം ഓൺലൈൻ അല്ലേ? അടുത്തെടുത്തോ, കവറൊക്കെ എടുത്ത് കളാ. കിളിപോയി ഒന്നുമില്ല. അല്ലേ പറയുന്നല്ലാതെ ഞാൻ വിചാരിച്ചിട്ടല്ലോ. എങ്ങനെയുണ്ട്? വെയിറ്റ് പൊട്ടിക്കല്ലേ.
അങ്ങനെ ഐഫോൺ 16 ആണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ചൈ ഫുൾ ഷോക്ക്ഡ് ആയിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞങ്ങളുടെ കുറേ ദിവസത്തെ പ്ലാനിങ് ആണ് ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് ഇപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നിൽക്കുന്നത്. എല്ലാവരും ഒരു കുഞ്ഞു മൊമെൻറ്റ്സ് ആണെങ്കിലും ഇത്ര വലിയ ഗിഫ്റ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൊടുക്കുകയും അത് വാക്കിലൂടെ ആണെങ്കിലും ആക്ഷൻസിലൂടെ ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത് രണ്ട് ആൾക്കാർക്കും ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ലൈഫിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ എപ്പോഴും എൻജോയ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ഇങ്ങനത്തെ ക്യൂട്ട് മൊമെൻറ്റ്സ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാനും എല്ലാം പിന്നെ ശരിയാക്കാം. പറയാൻ വാക്കുകളില്ല. കണ്ണൊക്കെ പറഞ്ഞില്ല. കൈ വിറക്കണ നിൽക്കണില്ല. വീട്ടില് കേക്ക് മുറിച്ചിട്ടുണ്ട്, പക്ഷെ അതേപോലെ പുറത്തൊന്നും വന്നിട്ട് ഇതുവരെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അത്രയും വലിയൊരു ഗിഫ്റ്റ്. അമ്മ താങ്ക് യു സോ മച്ച്. കിളി വന്നോ ഗൈസ്? വീഡിയോ ആണോ? ഇതിന്റെയൊക്കെ സൂത്രധാര ഏയ് സൂത്രധാരന്റെ തല ഫസ്റ്റ് ഇവിടെ ഒച്ച്. കഥകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു ഫുൾ വീഡിയോയിൽ തൊട്ട് മുന്നേ കഴിഞ്ഞ മൊമെൻ്റ് ആണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിട്ട് കാണുന്നൊരു സംഭവം. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അച്ചായിയുടെയും ഫാമിലി ആയിട്ട് മാറി കംപ്ലീറ്റ് ആയിട്ട്. സോ അത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ കഴിച്ചു. എല്ലാ ആൾക്കാരും എപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ വ്ളോഗ് ഫുള്ള് ഫുഡാണല്ലോ. നമ്മളെല്ലാവരും ഫുഡിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ ഒട്ടുമിക്ക എല്ലാ വ്ളോഗ്സിലും ഫുഡില്ലാണ്ട് നടക്കില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഹെവി ആയിട്ട് കഴിച്ചില്ല, കാരണം ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അന്ന് സൂപ്പും സാലഡ്സ് അങ്ങനെയുള്ളതേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഹെവി ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. മസാലയിലെ ഫുഡായതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട, എല്ലാം അടിപൊളിയായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു. ലൈഫ് ലോങ് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ബർത്ത്ഡേ ഫംഗ്ഷനായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. ഒരുപാട് ഹാപ്പിയാണ്. നിങ്ങൾ ഈ ചാനലും നിങ്ങൾക്ക് ഈ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസ് ഇനിയും വരും കേട്ടോ. ഞാൻ ആർക്കെങ്കിലും ഈ പീസ് വേണോ? താങ്ക് യു സോ മച്ച്. ഭയങ്കര ഹാപ്പി ആയിട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഡേ, ബ്യൂട്ടിഫുൾ ഈവനിങ്, ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. സ്റ്റാറ്റസ് ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോ 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സാധനം കിട്ടി, സാധനം കൈ കിട്ടി. ഭയങ്കര ഹാപ്പി. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതായിരിക്കുന്നൊന്നും. പിന്നെ ഇതുപോലൊരു മൊമെൻറ്റും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ലൈഫിൽ. പിന്നെ നമ്മളെ കിട്ടിയോണ്ട് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ അറിയായിരുന്നു. ഗിഫ്റ്റും അതുപോലെയുള്ള മൊമെൻറ്റ്സ് ഒക്കെ. അതായത് ഇപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ഭയങ്കര എന്താ പറയുക അടിച്ചുപൊളി ടീമാണല്ലോ. അപ്പം ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ഒക്കെ കൂടുതൽ കിട്ടുന്നുള്ള അറിയായിരുന്നു. പിന്നെ ഈ സാധനം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് ഞാൻ വാങ്ങുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെ കഴിയുന്നത് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വാങ്ങണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ബട്ട് സോ ഹാപ്പി. അതിൻ്റെ ഒക്കെ സൂത്രധാരൻ ഇരിക്കുന്ന ആളാണ്. താങ്ക് യു. ഇവിടെ പറഞ്ഞാൽ എനിക്ക് വലിയ സാധനം ഒന്നും വാങ്ങി കൊടുക്കാൻ പറ്റില്ല. ആ വീഡിയോ കണ്ടിട്ടില്ല. ആകെ ഒരു വാച്ചൊക്കെ ഞാൻ വാങ്ങി കൊടുത്തത്. ഇല്ല ആയിട്ടില്ല അതിൻ്റെ ആയിട്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ സ്റ്റക്കായി പോയി. എന്താ പറയാ, ഞാൻ 5 കൊല്ലമായിട്ട് എൻ്റെ വിവോ ഫോണാണ് യൂസ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് ഡയറക്റ്റ് ഐഫോൺ 16. എന്താ പറയാ, എല്ലാവരോടും ഭയങ്കര താങ്ക്സ്. അച്ഛനോടും അമ്മേനോടും കണ്ണനോടും പിന്നെ ഈ കോന്തത്തിയോടും. ഇതിനെ കിട്ടിയോണ്ടാണല്ലോ എനിക്കിതൊക്കെ കിട്ടിയത്. ബൈ. അപ്പം ഞാൻ അടുത്ത വ്ളോഗിൽ കാണാം.